ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. വെട്ടെൻ്റെ കണ്ണിലോട്ടടിക്കുന്നു. ഞാൻ അങ്ങനെ ഇന്ന് കുളിച്ചിരിക്കുന്നു ഗേൾസ്, കണ്ടല്ലേ? വേറെ ഒന്നുമല്ല, ഇന്ന് അത്തമല്ലേ, അപ്പം ഞാൻ ഓർത്ത് കുളിക്കാമെന്ന്. സാധാരണ ഞാൻ രാവിലെ കുളിക്കാറില്ല കേട്ടോ. രാവിലെ എനിക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ്. വർക്കൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ അതും കുളിക്കണം. അങ്ങനെ ഒരു വട്ടം കുളിക്കാൻ മടിയുള്ള ഞാൻ 2 തവണ കുളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എണ്ണയെ മുക്കിയെടുത്ത പഴംപൊരി പോലെ ഇരിക്കുന്ന വേറെ ഒന്നുമല്ല. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. അതാണ് ഇതിന് അബ്സോർവ് ആവണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്തായാലും അത്തം തുടങ്ങി. ഇനിയിപ്പോൾ ഓണമൊക്കെ ആയി. അപ്പോൾ കോടിയൊക്കെ എടുക്കണ്ടേ? നിർബന്ധമൊക്കെ ഉണ്ടല്ലേ. ഇത്തവണ ഞങ്ങൾ കോടിയൊന്നും എടുക്കുന്നില്ല ഗൈസ്. ഞങ്ങളത് പറഞ്ഞിരുന്നു, കോടിയൊന്നും ഇത്തവണ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അത്തപ്പൂക്കൾ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാനത്തെ ഡേ. അപ്പുറം ഇട്ട് കഴിഞ്ഞു, ഇപ്പുറം ഇട്ടിട്ടില്ല. ഇപ്പുറം ഇടാൻ പോകുന്നതേ ഉള്ളൂ. അവളുമാർക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ അവളുമാർ നേരത്തെ ഇട്ടു. എനിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടില്ല. പിന്നെ അതുമല്ല, ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. 8 മണിയാവും. കാര്യം 2:30 കണ്ണമോൻ്റെ ഉറക്ക സമയം. അപ്പോൾ ഇന്നലെ കണ്ണമോൻ 2:30 ഉറങ്ങി. 2:45 വീണ്ടും ഉണർന്നു. പിന്നെ ഉറങ്ങി 3:45 ഉണർന്നു. ഞാൻ നല്ലോണം ഉറങ്ങുന്ന 5 മണിക്കാണ്. അപ്പോൾ കാരണം എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ എണീറ്റ് പോകുന്നു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പൂവോടെ ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്ത് പുറത്തിടാം. പിന്നെ കുറച്ച് പച്ചില അരയ്ക്കാനുണ്ട്, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, എന്താടി? അവളുമാർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്, അവളുമാരല്ല ഭാര്യയും ഭർത്താവുമാണ് സത്യത്തിൽ. പക്ഷെ എന്നാണ് ഇതേണ്ട പോകുന്നുണ്ടോ? അതേ ആളെ അത് തുറന്ന് പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. കണ്ടോ, രണ്ടുപേരും കൂടെ. ഒരാൾ ഞാൻ പൊക്കിത്തരാം, നീ എൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ട് പുറത്ത് ചാടുമെന്ന് പറയില്ല. അതുപോലെ കണ്ടോ, പൊക്കാൻ നോക്കുക അവൾ പുറത്തിറങ്ങാൻ. കണ്ണമോന് ഇഷ്ടമായിട്ടൊന്ന് മേടിച്ചായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ദിവസേന കുട വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ചാണകമൊക്കെ പുരട്ടി നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഓക്കെ, ബാ. അപ്പോൾ നേരം നമുക്ക് തറയിൽ കുറച്ച് ചാണകം ഇട്ട് വെക്കാം. അമ്മ ഇന്നലെ ചാണകം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് കുറച്ച് ചാണകം കൂടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ആ ചാണകത്തിന് ഇച്ചിരി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഗൈസ് പോകുന്നത്. നമുക്ക് എന്തായാലും തറയിൽ ഇച്ചിരി ചാണകം ഇട്ടിട്ട് വരാം. ഗൈസ്, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കവർ എടുത്തിട്ട് ഇതാക്കുന്നത് എനിക്കിത് പിടിക്കാൻ അറപ്പുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ. ഞാൻ ചാണകമൊക്കെ തൊടാറുണ്ട്. പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക കൈവച്ച് ചെയ്യാത്തത് കേട്ടോ. ലീലാമ്മ വരുന്നുണ്ട്. അയ്യോ, ഇവിടെ എന്ത് കുഴിയായി പിന്നേരം. എന്നാ സുഖമായിട്ട് ഒട്ടിക്കുക. നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒട്ടിയിരുന്നോളൂ. ഇവിടെ ഒരു കുഴിയായി. ഇതെന്ത് പറ്റിയെന്തോ എനിക്ക് തോന്നുന്നത്. ചവിട്ടി എന്തൊക്കെയാ എന്തോ ഇതേ അങ്ങനെ മേടിച്ചതല്ല, വിഷ്ണുട്ട സ്റ്റുഡിയോയിലേക്ക് മേടിച്ചതാ. അപ്പോൾ അത് സ്റ്റുഡിയോയിലേക്കായിട്ട് 1-2 ചെടികൾ മേടിച്ചു. അപ്പോൾ 1-2 ചെടികൾ സ്റ്റുഡിയോയിലേക്ക് മേടിച്ചപ്പോൾ എന്താ പറയുക, ഇതും സ്റ്റുഡിയോയ്ക്ക് മേടിച്ചു. അപ്പോൾ അതോടെ സ്റ്റുഡിയോയിൽ ഇത് വെക്കാൻ സ്ഥലമില്ല. ബാക്കിയൊക്കെ വെച്ചപ്പോൾ ഇത് വെക്കാൻ സ്റ്റുഡിയോയിൽ സ്ഥലമില്ല. അങ്ങനെ ചാണകം തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലീലാമ്മടുത്ത് ഓരോന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും പറയണം, എനിക്ക് അറപ്പുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ ഞാൻ ഗ്ലൗസ് ഇട്ടേക്കണത്. ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. അപ്പോൾ ലീലാമ്മോടുള്ള വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാനെന്നാൽ പൂവ് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവിൻ്റെ ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മാവിൻ്റെ ഇല നമുക്ക് പറിച്ച് അത് വെള്ളം ഇല്ലാതെ വേണം കേട്ടോ മിക്സിയിലിട്ട് അടിക്കാൻ. അത് അറിയുമായിരിക്കും എല്ലാവർക്കും, എന്നാലും ഞാൻ പറയാണ്, വെള്ളം ഇല്ലാതെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇത് കിട്ടും കേട്ടോ. വെള്ളം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അരഞ്ഞു പോകുമായിരിക്കും, അതെനിക്കറിയില്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക മാവിൻ്റെ ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി പൂവ് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇതും കൂടെ വെച്ച് നമ്മളൊന്ന് ഞാനിത് ഫോൺ താഴ്ത്തി വെച്ചിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറിച്ച ആ ഒരു ഇലയില്ലേ, മാവിൻ്റെ ഇല, അത് വെച്ചിട്ട് ഞാനിതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാ കൊല്ലത്തും എൻ്റെ ഒരു സ്പെഷ്യലാണെന്ന് വേണമെങ്കിൽ പറയും. ഞാൻ എല്ലാ കൊല്ലം ഇതുപോലെ എടുക്കാറുണ്ട്. അത് നമുക്ക് നല്ല സുഖമായിട്ട് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് ചെണ്ടുമല്ലി, ഞങ്ങളിതിന് മഞ്ഞ ചെണ്ടുമല്ലി എന്നാണ് പറയുക. ഇവിടെ എന്തോന്ന് പറയുമല്ലോ, വേറെ എന്തോന്ന് പറയും ഇവിടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിടാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച്, ഞങ്ങൾ ഇത് പൂവ് മേടിച്ചാണ് കേട്ടോ. ഇവിടെ ആരുടെ അടുത്തുനിന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നമ്മൾ മേടിച്ചതാണത്. പേരെനിക്ക് ഓർമ്മയില്ല. ചേച്ചിയുടെ അവരുടെ ചേച്ചി വീട്ടിലുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് കാരണം അമ്മ വിളിച്ച്, എവിടെട്ടാ ഇന്ദിരാപ്പിയുടെ അല്ല
ഓ ഇന്ദിരാപ്പിയുടെ എല്ലാ അയൽക്കൂട്ടക്കാർ പൂ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇന്നലെ രാത്രി വിഷ്ണുവേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ പൂവാണ് ഈ പൂ അല്ലേ വിഷ്ണുവേട്ടൻ? ഇല്ലേ? ആ എവിടെ പോയതാ? അതിനാണോ പോയത് പുറത്തോട്ട്? നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. എനിക്ക് ചേച്ചി ചുമലപ്പൂവൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചുമലപ്പൂവൊന്നും ഇല്ല. ഇനി 2 പാക്കറ്റ് ഇന്ന് അമ്പലപ്പുഴ പോകുമ്പോൾ മേടിക്കണം. ആകുമ്പോൾ 2 പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താ ഇരിക്കുമല്ലോ 2-3 ദിവസത്തേക്കൊക്കെ. കേട് വരത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ പേപ്പറിൽ വിരിച്ചിട്ടേക്കുമായിരുന്നു. അതാണ് കുറച്ച് പൂക്കൾ. ഇതിപ്പോൾ എപ്പോൾ വാങ്ങിയത് നമുക്ക് 2-3 ദിവസത്തേക്കുള്ള പൂവുണ്ട് കേട്ടോ. അതും ചുമന്നതും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതാ കുഴപ്പം. അപ്പോൾ എന്തായാലും ഞാനത് പെട്ടെന്ന് വെട്ടിയെടുക്കട്ടെ. ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ആവശ്യത്തിനുള്ള പൂവൊക്കെ വെട്ടി എന്നുള്ള ധാരണയിൽ ഞാൻ വന്നിരുന്നിട്ട് വരയ്ക്കുമായിരുന്നു. ഇടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ഒരു ഇറുക്കിൽ വെച്ച് ഞാനൊന്ന് വരച്ച് സെറ്റ് ചെയ്യുമായിരുന്നു ഇരുന്നിട്ട്. അപ്പം എനിക്കെപ്പോഴും ഞാൻ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ നോക്കി വെക്കാം. ഞാൻ ഒത്തിരി ഹെവി ആയിട്ടൊന്നും നോക്കാമല്ലോ. വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം ഞാനിങ്ങനെ വരച്ച് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പൂ ഇടാൻ തുടങ്ങി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള അത് കഴിഞ്ഞില്ല. ഇതിന്റെ പുറമെ ഞാൻ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകണം കേട്ടോ. ഒരു ചുമല കിട്ടു. ചുമല? ആ അതെ അതെ ഇത് തന്നെ മതി. എന്താ പറയാ? ഇപ്പൊ കണ്ട നിങ്ങള് സാധനം സെറ്റ് ചിലപ്പോഴൊക്കെ കൊള്ളാട്ടെ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയില്ലെന്ന് തോന്നുന്നു. ഡിസൈനൊക്കെ ഞാൻ കോപ്പിയാണ്. പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് പിൻട്രസ്റ്റിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കാറ്. പിന്നെ എൻ്റെ മാസ്റ്റർ പീസൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ കഴിച്ച് എൻ്റെ മാസ്റ്റർ പീസിനുള്ളത് പൂ ഇവിടെ ഒന്നും കിട്ടാനില്ല. എൻ്റെ മാസ്റ്റർ പീസ് പൂക്കൾ ഇവിടെ ഇല്ല. അതെന്റെ വീട്ടിലേ ഉള്ളൂ. അതെ അതെ ഞാൻ പണ്ട് ഏട്ടനറിയോ കല്യാണത്തിന് മുന്നേ ഞങ്ങളുടെ ഇങ്ങനെ പൂ എപ്പോഴും മേടിക്കത്തില്ലായിരുന്നേ. ഞാൻ ഫുള്ള് മത്തൻ്റെ പൂവും കുറേ എന്താ പറയുക മറ്റേ ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലകളൊക്കെ വെച്ചിട്ട് ഞാൻ പൂ ഇടുമായിരുന്നു. ഓ സെറ്റ് പൂവായിരുന്നു. ആൾക്കാരുടെ പൂവിൻ്റെ എൻ്റെ അത്തപ്പൂക്കളത്തിൻ്റെ ഫാനായിരുന്നു എൻ്റെ കുറേ ആൾക്കാർ. എല്ലാവരും പറയുമായിരുന്നു കുഞ്ചൂസ് പോയപ്പോൾ പൂക്കളം മിസ് ചെയ്യുന്നതെന്നൊക്കെ. എന്താ ചെയ്യും? ഇവിടെ എനിക്ക് അങ്ങനെ ഇടാനുള്ള ഒരു നിവൃത്തിയില്ല. ഇവിടെ പൂവില്ലെന്നല്ല, ഇവിടെ അങ്ങനത്തെ പൂവില്ല. അവിടെ കിട്ടുന്ന ആ പൂ ഇവിടെ ഇല്ല. എന്തേ ഞങ്ങൾ അവിടെ ഉണ്ട്, ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരു ചെടി പോലും കണ്ടിട്ടില്ല. ആ പൂവല്ല കേട്ടോ. ഞങ്ങള് ആദ്യം ഇരുന്നായിരുന്നു വീട്ടിൽ. എൻ്റെ അമ്മ കിച്ചുവിന്റെ പട്ടിപ്പേരുടെ മോളിൽ നിറയെ കുമ്പളം പൂവായിരുന്നു. നിറച്ച് കുമ്പളം പൂവായിരുന്നു അത്തപ്പൂക്കളുടെ ആറാകുമ്പോൾ. അത് വെച്ചാൽ ഞാൻ പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. ഏട്ടാ ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിൽ കാണാറില്ലല്ലേ? ഓ തോന്നണം. നിങ്ങൾ കാണുന്ന അത്ര ഇഷ്ടം കാണുന്നില്ല. അയ്യേ ഒരു കോഴിയുടെ കൂടെ പോരാനിപ്പോ ഞാൻ കോഴി. ഏട്ടനോടുള്ള സർവർച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുറച്ച് സ്പീഡപ്പ് ആക്കാന്ന്. കാര്യം പതുക്കെ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലൊന്നും ഇരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ 4 പുറം ആ ഒരു നമ്മുടെ അരച്ച ആ പച്ച കളർ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടോട്ടെ. അത് നിങ്ങൾ പൂടുന്നവർ അതൊന്ന് ട്രൈ ചെയ്യണം. ഐ മീൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ട കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് മാത്രം അറിയുന്ന രീതി പറയാം. അങ്ങനെയല്ല, അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല അടിപൊളിയൊരു സംഭവമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പൂക്കളം കഴിഞ്ഞു. വിഷ്ണേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഗംഭീരം എന്നൊക്കെ പല്ലരയ്ക്കാൻ പോകുന്നു ഗൈസായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ അത്തം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചുമലപ്പൂവൊക്കെ ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ നൈസായിരുന്നു തോന്നിയിരുന്നു. ഈ വെള്ളപ്പൂ അതിന് പുറത്തു കൂടെ വെച്ചിട്ട് ബോറായോ കേട്ടോ? ഈ വെള്ളപ്പൂ അതിന് പുറത്ത് വന്നത് ബോറായോ? ഇല്ലല്ലേ? അമ്മ പറഞ്ഞ പിന്നെ അതിന് അപ്പീലില്ല ഗൈസ്. നമുക്കിനി അപ്പുറത്ത് പോയിട്ട് വെക്കാം. ഞാൻ അപ്പുറത്തെ അതിന് എത്ര ദിവസം ഇടാതിരിക്കുന്നത്. അപ്പുറത്തെ എന്തായിന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. കാര്യം പൂവ് എടുക്കാൻ ഇപ്പുറം വന്നിട്ടില്ല. പൂ വാങ്ങിയിട്ട് അപ്പുറം ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ എന്തായി നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇൻ്റർലോക്ക് ഇതായിരുന്നു സുഖമായിട്ട് എത്ര വലുപ്പത്തിൽ വേണേലും ഇടാൻ പറ്റും. ഒക്കെ അതാ ഇട്ട് വെച്ചേക്കണം. അതിനകത്ത് മണലിട്ടിട്ടുണ്ടോന്ന് മറ്റേതിങ്ങനെ വിത്തിട്ടുണ്ടോന്ന്. അയ്യോ ഇതിനകത്തൊരു പുഴു പോകുന്നത് പൂവിൻ്റെ അകത്ത്. അപ്പോൾ അതിങ്ങനെയാണ് കാവ്യം പൊന്നും സന്തോഷേട്ടനും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ ഇവിടെ ഉണ്ട് ഇതുണ്ടോ ചെണ്ടുമല്ലി.
അപ്പോൾ ഞങ്ങൾ ഓർത്തത് 10 ദിവസത്തേക്ക് തികയില്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് വാങ്ങിക്കാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കെന്നാ ഇനി അകത്തോട്ട് ലാൻഡ് ചെയ്യാം. ഒന്നും തിന്നിട്ടൊന്നുമില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ 10 മണി ആവറായി. നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇരിക്കുന്ന മാവെടുത്ത് ദോശ ചുട്ട് തിന്നാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ഇതിലുണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി കഴിച്ചു. ഞാൻ മാക്സിമം 9 മണിക്ക് മുന്നേ ഫുഡ് എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ 10 മണിയായി. അപ്പോൾ അത് കാരണം ഇരിക്കുന്നത് എടുക്കാൻ വിചാരിച്ചു. കാര്യം നല്ല വിശപ്പുണ്ട്. കണ്ണമ്മോൻ എണീറ്റില്ല. മിക്കവാറും ഞാനിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനായിരിക്കും കണ്ണമ്മോൻ വരികയെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞായിരുന്നു ഞാൻ കേട്ടോ. കറക്റ്റ് അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഉണ്ടാക്കി തീരാറായപ്പോഴത്തേനും കണ്ണമ്മോൻ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദോശയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ദോശ പരത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ നെയ്യ് ഒഴിച്ചതാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം. നെയ്യ് തീരാറായി. ഞാൻ വീട്ടിൽ നിന്നാണ് നെയ്യ് കൊണ്ടുവരാറുള്ളത്. പക്ഷേ നെയ്യ് തീർന്നു. വത്സലാമ്മ നെയ്യ് ഉണ്ടാക്കും. നല്ല അടിപൊളി നെയ്യാണ് വത്സലാമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നെയ്യ് തീർന്നു. ഇനി ഇപ്രാവശ്യം ഓണത്തിന് വീട്ടിൽ പോകുമ്പോൾ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ മുരിഞ്ഞിരിക്കില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പുറം ചുട്ട് ഇപ്പുറം ചുട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഞാനും കഴിക്കട്ടെ. നിങ്ങളെന്തായാലും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കുക. നാളെ പുതിയ അടുത്ത പൂക്കളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ദോശയും സാമ്പാറും റെഡിയായി. ചൂടോട് തിന്നാന്ന് വിചാരിച്ചപ്പോൾ ജയിൻ്റെ അമ്പുടനീറ്റ് വന്നു. ഓക്കെ.